ഗൈസ് ഇന്ന് ഞാൻ പോവാണ്, നിങ്ങളെല്ലാം വിട്ട് പോവാണ് ഗൈസ്. ഇനി ആനി മാത്രമേ ഗോവയിൽ പോകണം, അതിനാണ് പറ്റിപ്പണി ഇവിടെ കുറെ ദിവസം. നിന്റെ അമ്മനെ വിട്ട് നീ എങ്ങനെയായിരിക്കും ഇവിടെ? ചുമ്മാ ഗൈസ്, ഞാൻ പോയിട്ട് ജസ്റ്റ് 5 ദിവസത്തിനകത്ത് തിരിച്ചു വരും. പവർ ആക്കാം അല്ലേ? നല്ല വീഡിയോസ് നോക്കി പറയാൻ പറ്റൂല. വിഷമമുണ്ടോ? അന്ന് നമുക്ക് ഗോവയിൽ ഒരു ദിവസം തന്നെ നിൽക്കാൻ പറ്റി, 5 ദിവസം നിന്നിട്ട് വരണം. ഇല്ല ഗൈസ്, 2 ദിവസം ട്രാവല്, 3 ദിവസം അവിടെ സ്റ്റേ. ഒരു ബാഗ് തികയുന്നില്ല, ഒരു ബാഗ് കൂടെ ഉണ്ട്. എന്നെ റെയിൽവേ സ്റ്റേഷനിലാക്കുന്നത് ഡ്രൈവർ അസർക്കയാണ്. ഓറോ -10,000. ബൈ ഗൈസ്, പോയിട്ട് വരാം. അപ്പോൾ കാത്തിരുന്ന ആ ദിവസം വന്ന് കോളേജിന്റെ 600 വന്ന് ഇന്നാണ് തീം റിവീലിങ്ങിന് വേണ്ടിയിട്ട് സീനിയേഴ്സ് എന്തോ സാധനം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് പോയി നോക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്ന് ഗോവ എത്തിയേക്കാണ് ഗൈസ്. നമ്മൾ ഇന്ന് രാവിലെ തന്നെ ഗോവ എത്തി. നമ്മൾ ആദ്യം പോകാൻ പോകുന്ന ഗൈസ് അഗോഡ ഫോർട്ടിലാണ്. നമ്മൾ 3 ദിവസം ഇവിടെ ഉണ്ടാവും, 2 നൈറ്റും 3 ഡേയും ഗൈസ്. അങ്ങനെ ഗൈസ്, നീണ്ട ഒടുവ് യാത്രക്കിടയിൽ നമ്മൾ അഗോഡ ഫോർട്ടിൽ എത്തി ഗൈസ്. നല്ല മാട്ട് വെയിലടിക്കുന്നുണ്ട് ഗൈസ് അഗോഡ ഫോർട്ടിൽ. ഇവിടെ നിന്ന് വൈകുന്നേരം ഇറങ്ങിയാണ് നമ്മുടെ ബാക്കി പ്ലാൻ. ഗോവയിൽ വന്നിട്ട് എന്ത് ചെയ്യും, ഒരു പ്ലാനും ഇല്ല ഗൈസ്. അങ്ങനെ അഗോഡ ഫോർട്ടിൽ വന്നു. അഗോഡ ഫോർട്ട് ഞാൻ വിചാരിച്ചു പണ്ടത്തെ കുറെ രാജാക്കന്മാരെ ബിൽഡിങ്ങും അങ്ങനെയൊക്കെയാണെന്ന് വിചാരിച്ചു. നോക്കിയത് ഗൈസ്, ഒരു മതില്, ഇതിനപ്പുറത്ത് കടലെന്നാ പറയുന്നത്. പറയാതിരിക്കാൻ വയ്യ. നല്ല ചിക്കുണ്ട് കേട്ടോ, നല്ല ചിക്ക്. അതാ ഞാൻ ഒറ്റയ്ക്ക് കിടക്കുന്നത്. ഇപ്പോൾ വന്നപ്പോൾ വിചിത്രമായ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. സീൻ സാധനം നൈസായിരിക്കണം. അത് വെറുത്തായി. ഇപ്പോഴാണ് മനസ്സിലായത് ഇത് വെറും രാജാക്കന്മാരുടെ കോട്ടയില്ല ഗൈസ്. ഇവിടെ നിന്ന് കടൽ കാണാം. അപ്പോൾ ഇന്ന് എൻ്റെ കോളേജിൽ ഡ്രസ്സപ്പ് ഡേ ആണ്. എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ തവണ മൈക്കിൾ ജാക്സനെ പോലെ പോയ ഒരു ദിവസമാണ്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം എന്ത് ചെയ്യണമെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ റെഡിയാവാൻ പോവാണ്. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ സ്കിന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യണത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആക്കാണ്ടും ഇറിറ്റേഷൻ ഉണ്ടാക്കാണ്ടും ഹെൽപ്പ് ചെയ്യും. അതിന് കറക്റ്റായിട്ടുള്ള മോയ്സ്ചറൈസർ തന്നെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഇറിറ്റേഷൻ വന്ന് എന്ത് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാസങ്ങളായിട്ട് ന്യൂട്രിഡാമിൻ്റെ മോയ്സ്ചറൈസിംഗ് ലോഷൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ വിറ്റമിൻ ഇ ഫോസ്ഫേറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനും റിപ്പയർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഞാൻ ഇതിപ്പോഴാണ് അറിഞ്ഞത്, അവർ പുതിയതായിട്ട് അൾട്ടിമേറ്റ് ഹൈഡ്രേറ്റിംഗ് ക്രീം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് മോയ്സ്ചറൈസിംഗ് ലോഷന്റെ അപ്ഗ്രേഡ് വേർഷൻ ആണ്. ഇത് അതുപോലെ തന്നെ സെയിം മോയ്സ്ചറൈസർ ആണ്, വിത്ത് മോർ ഹൈഡ്രേഷൻ ആൻഡ് ഗ്ലോ. ഇതിൽ നാച്ചുറൽ ഫോമിലുള്ള വൈറ്റമിൻ ഇ നമ്മുടെ സ്കിന്നെ ഏജിങ് ആക്കാണ്ട് റിങ്കിൾസ് വരാതെയും പ്രൊട്ടക്ട് ചെയ്യും. ഇതിൽ സോഡിയം PC നമ്മുടെ സ്കിന്നിന് ഡീപ്പ് ഹൈഡ്രേഷൻ ആക്കുകയും pH ബാലൻസ്ഡ് ആക്കുകയും ചെയ്യും. ഇതിൽ ടൈറ്റാനിയം ഡയോക്സൈഡ് ലൈറ്റ് റിഫ്ലക്ഷനിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പെട്ടെന്ന് ബ്രൈറ്റ് ആക്കും. പിന്നെ ഇതിന്റെ വീറ്റ് പ്രോട്ടീൻ മോയ്സ്ചറൈസറിനെ ലോക്ക് ആക്കി നമ്മുടെ സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്യും. ഇതിലെ റൈസ് പൗഡർ ഇൻഫ്ലമേഷൻ കുറച്ച് നമ്മുടെ സ്കിൻ ടോണിനെയും ടെക്സ്ചറിനെയും ഇംപ്രൂവ് ചെയ്യും. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യുമ്പോൾ ഒരു പെർഫെക്റ്റ് മോയ്സ്ചറൈസിംഗ് പ്രൈമർ ആണിത്. ഇത് രാവിലെ രാത്രി എല്ലാ ദിവസവും സ്യൂട്ടബിൾ ആണ്. ഇത് ഭയങ്കര ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ ബാഗിന് സ്യൂട്ടബിൾ ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പ്രോഡക്ട്സ് ന്യൂട്രിഡം ഇന്ത്യസ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ആമസോൺ, നൈക്ക പിന്നെ ഐബീരിയ സ്കിൻ ബ്രാൻഡ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അടിപൊളി പ്രോഡക്റ്റ് ആണ്, എന്തായാലും ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഈ പ്രോഡക്റ്റ് തീരുന്നതിന് മുമ്പ് എല്ലാവരും പോയി മേടിച്ചോ. എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മൈക്കിൾ ജാക്സനെ പോലെ പോയി ചെയ്തപ്പോൾ അടിപൊളിയായിരുന്നു, വേറെ തന്നെ ഫീലായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അതിനെ വെല്ലുന്ന എന്തെങ്കിലും സാധനം ചെയ്യണം. എന്ത് ചെയ്യും? പക്ഷെ ഇതിലൊരു ക്ലൂ ഉണ്ട് ഇപ്പൊ തന്നെ. ഇവിടെ വന്നപ്പോ നമ്മുടെ അവിടുത്തെ ചേട്ടൻ പറഞ്ഞ് എന്ത് സാധനം മേടിച്ചാലും ബാർഗെയിൻ ചെയ്ത് മേടിക്കണം. എൻ്റെ ഒരു 50 രൂപ മേടിച്ച് കഴിച്ച് 3 മാങ്ങയ്ക്ക് പറ്റിച്ച് എന്നെ പറ്റിച്ച്. അടുത്ത 2ാം സ്ഥലത്ത് നമ്മൾ അവിടെ പോകുന്ന ഇവൾക്കൊരു പ്രത്യേകത ഉണ്ട്, ടാലന്റ് ഉണ്ട്. എന്താണെന്നറിയാവോ? അതുപോലെ ട്രൈ ചെയ്യണം ഗൈസ്. അങ്ങനെ ഉച്ചയോട് കൂടി നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന് मेरा फोन चार्ज आ गया, फुल आ गया ഗൈസ്. ഫോണിൽ ചാർജ് തീർന്നു ഗൈസ്. ഇനി കുറച്ച് വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ പോകേണ്ടി വരും. എല്ലാം കാണിക്കുന്നതായിരിക്കും ഗൈസ്. ഗോവയിൽ എന്തായാലും 2-3 ദിവസം ഉണ്ടാവും. ഫുൾ വീഡിയോ കാണിക്കുന്നതായിരിക്കും ഗൈസ്.
കോളേജിൽ എല്ലാവരും അടിപൊളിയായിട്ട് ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇവർക്ക് മാറ്റിയിട്ടില്ല. നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ടാണ് പ്രോഗ്രാം. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം അങ്ങ് സാധനം ഒന്നും ഇടാമെന്ന് വിചാരിച്ചു. കാണിക്കട്ടെ, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിന് അടിയിൽ സാധനം ഉണ്ട്. ഇത് ഉരുളൊന്നും കാണിക്കുന്നില്ല. നമ്മളിപ്പോൾ അഞ്ചുറ ബീച്ചിലാണ് വന്നത് ഗൈസ്. നമുക്ക് ഡെയിലി ബീച്ച് തന്നെ കാണുന്നതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമായിട്ട് പോലും തോന്നുന്നില്ല ഗൈസ്. പാറയായിട്ട് കടലിൽ തന്നെ കിടക്കും. വേറെ എന്തോ സാധനമാണ്. ഏതോ ഒരു ബീച്ചിൽ വന്ന് ഗൈസ് കുളിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് ഗൈസ് ബീച്ചിൽ. തുടങ്ങിയാലോ? അപ്പോൾ നമ്മുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ഇന്നത്തെ പരിപാടി തീർന്ന്. ഇന്ന് നമുക്ക് കുറച്ച് ഡ്രസ്സ് ഇടണം, ഡാൻസ് കളിക്കണം, അത്ര ഉണ്ടാകുന്നുള്ളൂ. ഇനി നമ്മൾ 600 വരുന്നേ ഉള്ളൂ. അതിൻ്റെ സൗണ്ടാണ് ചിലപ്പോൾ കേൾക്കുന്നത്. നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് ഐലൻഡിനകത്ത് പോകണം വാട്ടറിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യാൻ. പോയിട്ട് വരാം ഗൈസ്. അപ്പോൾ എൻ്റെ കോളേജിൽ 600 പ്രോഗ്രാം നാളെയാണ് സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ സ്റ്റേജ് കെട്ടി വരുന്നേ ഉള്ളൂ. നാളെ ആകുമ്പോൾ ഇതൊക്കെ ഫിനിഷ് ചെയ്യും. 600-ന് വേണ്ടിയിട്ട് സീനിയേഴ്സ് ഒരു പ്രൊമോ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ കണ്ടിട്ട് വന്നേ ഉള്ളൂ. എൻ്റെ കിള്ളി പാറി വന്നതാണ്. പറ്റുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ബോയ്സ്, ഇപ്രാവശ്യം ഒരു സ്പെഷ്യൽ സാധനമുണ്ട്. കഴിഞ്ഞ തവണ എനിക്ക് ഡാൻസിനൊന്നും നിൽക്കാൻ പറ്റിയില്ല. എനിക്ക് വീട്ടിൽ പോകണം, ഷൂട്ടുണ്ട്, അങ്ങനെ ആയതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇത്തവണ ഞാൻ ടൈം എടുത്ത് ഡാൻസിന് കയറിയിട്ടുണ്ട് ഗൈസ്. എൻ്റെ ഡാൻസ് ഇപ്രാവശ്യം ഉണ്ടായിരിക്കും. ഗൈസ്, അമ്മ പറഞ്ഞ് ഗോവയിൽ പോയാൽ കടലിൽ ഇറങ്ങണ്ടാണ് നൈസ് ഗൈസ്, നൈസ്. നമുക്ക് ഗൈസ് കുറച്ച് അടിയിൽ പോയിട്ട് വന്നാലോ? ഫുഡ് ബോട്ടിൽ നിന്ന് തന്നെ കഴിക്കുന്നത്. അടുത്ത റൈഡിലോട്ട് പോകാം. ഗൈസ്, അടുത്ത് നമ്മുടെ ബനാന റൈഡിലാണ് പോകാൻ പോകുന്നത് ഗൈസ്. ഇതോടെ കഴിഞ്ഞ് നമ്മുടെ എല്ലാ റൈഡും കഴിയും. നല്ല സുഖം. ഞാൻ ഒന്ന് കിടക്കട്ടെ. അപ്പോൾ ലൈഫിൽ ഫസ്റ്റ് ടൈം ഞാൻ ഹോസ്റ്റലിൽ നിൽക്കാൻ പോകുന്നു. ആഗ്രഹം സാധിക്കുന്നു. ഇതി പറഞ്ഞിട്ടാണ് ഞാൻ ഹോസ്റ്റലിൽ വരുന്നത്. സംഭവം എന്താന്ന് വെച്ചാൽ അമ്മയ്ക്കും പപ്പയ്ക്കൊക്കെ ഒന്നും ഇഷ്ടമല്ല ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്നത്. പക്ഷേ ഇവരെ രണ്ടുപേരുടെ പേര് പറഞ്ഞപ്പോ നിന്നോ എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ നിൽക്കാൻ പോവാ. ശരിക്കും പറഞ്ഞാൽ അവർക്ക് പേടിയാണ്. ഇപ്പൊ പ്രോഗ്രാം ആയതുകൊണ്ട് വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഇപ്പൊ ഞങ്ങൾ പോകുന്നത് വീട്ടിൽ നിന്ന് പെട്ടിയൊക്കെ കൊണ്ടുവന്നത്. 2 ദിവസമാണെങ്കിലും നമുക്ക് ഒത്തിരി സാധനങ്ങളുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ജോഷിച്ചേട്ടനും മാത്രമേ ഹോസ്റ്റലിൽ നിൽക്കാത്തതായിട്ടുള്ളൂ. ഞാൻ നിൽക്കാൻ പോകുന്നില്ല. ജോഷിച്ചേട്ടൻ അങ്ങനെയുള്ള ഭാഗ്യമില്ല. കാരണം ജോഷിച്ചേട്ടൻ കോളേജെല്ലാം തീർന്നില്ല. ഞാൻ ഹോസ്റ്റലിൽ അങ്ങനെ ഫസ്റ്റ് ടൈം പോകാൻ പോവാം ലൈഫിൽ. ഇനി ഞാൻ പോകത്തില്ല എന്തായാലും. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആണ്. ഇന്നത്തോടെ മടുക്കും. അതാ, ഇന്നത്തോടെ മടുക്കും എന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണോ. അപ്പോൾ ഇതാണ് ഹോസ്റ്റൽ. ഇവിടെയാണ് ഞാൻ ഇന്ന് താമസിക്കാൻ പോകുന്നത്. ഇങ്ങനെ നോക്കാം. ഞാൻ ഇവിടെ വരുന്നത് ചിലവർക്കറിയാം, ചിലവർക്ക് അറിയത്തില്ല. നിനക്കറിയാവോ ഞാൻ ഇവിടെ വരുന്നത്? സൽക്കാരം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം. പിന്നെ
സാധനം വെക്കാൻ വേണ്ടി വീട്ടിൽ വരൂലേ കുറെ ചേച്ചി? ഇല്ല, ജിഗി പറഞ്ഞു ഫസ്റ്റ് ടൈം ഞാൻ ഹോസ്റ്റൽ വരാൻ പോകുന്നത്, അതുകൊണ്ട് ജിഗി എനിക്ക് ഹോസ്റ്റൽ ടൂർ തരാം. ജിഗി നാണിച്ചിരിക്കും. എവിടെയാ എന്റെ റൂം? നമ്മളെ റൂം താഴെ. നിന്റെ റൂമിലാണോ ഞാൻ കിടക്കേണ്ടത്? ഭാഗ്യത്തിന് ബ്ലറായി. ഹോസ്റ്റലിൽ വന്ന എല്ലാരും ലുക്ക് കോളേജില് ടോപ്പ്. എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ ആഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ എല്ലാവരും ഫ്രണ്ട്സിന്റെ കൂടെ നിൽക്കുന്നത് വേറെ തന്നെ വൈബാണല്ലോ. പക്ഷെ വീട്ടിൽ നിൽക്കുന്നത് വേറെ തന്നെ വൈബാ. ഇവിടെ കോളേജിൽ നിന്ന് ഒത്തിരി പേര് പണിയെടുക്കുന്നുണ്ട്, ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഹോസ്റ്റലിൽ നിന്നും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എനിക്ക് പേടിയാണ്. ഐഷ അതിന് ഇന്റർവ്യൂ എന്റെ കൂടെ കിടക്കാറുണ്ട്. ശരിക്കും ഐഷ പറഞ്ഞത് ആനി ധൈര്യമായിട്ട് വന്നായിന്. ആ എന്താ ജിഗി പറഞ്ഞേ? ഒന്നുമില്ല, ഇരുന്നോളാനാ. ഇതാരുടെ ബെഡ? അത് ശരിയുടെ. അപ്പൊ ഞാൻ എവിടെ കിടക്കാം? ഇവിടെ എന്റെ ഒരു സാധനം ഉണ്ടല്ലോ, അതെവിടെ? എവിടെ? കട്ടിന്റെ അടിയിലോ? ആ സാധനം കഷ്ടപ്പെട്ട് ഞാൻ എന്റെ വർക്ക് ചെയ്ത സാധനം ഞാൻ കോളേജിൽ നിന്ന് ഡാൻസ് കളിച്ച ക്ഷീണത്തിലാണല്ലോ വന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് കുളിക്കാമെന്ന്. ശിഖ ഇവിടെ എന്ത് ചെയ്യുന്നു? ശിഖ പല്ല് വെച്ചോ? കുഴപ്പമൊന്നുമില്ല. ഇതാണ് വാഷ്റൂം. ഇതന്നെ വാഷ്റൂം? അതാണോ? ബക്കറ്റ് എടുക്കണം. എന്റെ ബക്കറ്റ് ഒന്നുമില്ല, ഞാൻ ബക്കറ്റ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇനി ഇതുപോലത്തെ ഒരു അവസരം കിട്ടത്തില്ല നമുക്ക് കോളേജിൽ കുളിക്കാൻ. കോളേജിലല്ല, ഹോസ്റ്റലിൽ കുളിക്കാൻ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മിക്ക ഫ്രണ്ട്സിനെ അറിയത്തില്ല. എന്ന് വെച്ചാൽ ഞാൻ അറിയാം, പക്ഷെ ആരും എന്നെ കണ്ടിട്ടില്ല. അപ്പം ഞാനൊന്ന് റെഡി ആയിട്ട് അവരെ പോയി കാണാം. ആ അമ്മ പറഞ്ഞേ, ശിഖ മോള് വാഷ്റൂമിൽ പോകുമ്പോ കൂടെ പോണേ. കൂടെ എത്രയും നമ്മൾ രാവിലെ തന്നെ ഓൾഡ് ഗോവയിൽ വന്ന് കേസ്. നമ്മൾ അവിടെ തന്നെ പള്ളിയിൽ പോയിട്ടുണ്ട്. ഇവിടെ പള്ളിയിൽ വന്ന് കേസ് ബസ്ലിക്ക അങ്ങനെ എന്തല്ലേ ചർച്ച പേര്. ഇന്നത്തോടെ നമ്മുടെ പരിപാടി എല്ലാം കഴിയുന്നു. ഇനി കുറച്ച് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകണം കേസ്. ആനിക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ മേടിക്കണം ഗൈസ്. അങ്ങനെ നമ്മൾ പള്ളിയിൽ കയറി. അമ്മയ്ക്ക് മൂന്ന് അമ്മമാർക്ക് 3 സാധനം എടുത്ത് കേസ്. അമ്മേനെയൊക്കെ ഇമ്പ്രസ് ചെയ്യാൻ ഇങ്ങനെ ഒരു വഴിയുള്ളൂ കേസ്. നമ്മളെ പള്ളിയിൽ പോയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇന്നലെ വന്നു, ഇപ്പൊ ഞാൻ കോളേജിൽ പോകുന്നു. ഞാൻ ഇനി ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ ഇനി വീട്ടിൽ പോകുന്നില്ല. ഇഷ്ടപ്പെട്ടു അങ്ങോട്ട്? അതാ ഞാൻ വീട്ടിൽ അടിവെച്ചിറങ്ങിയതാ. ഇല്ല ചുമ്മാ ഞാൻ 600-ന് വേണ്ടിയിട്ട് 2 ദിവസം ഹോസ്റ്റലിൽ നിൽക്കാൻ വന്നതാണ്. കാരണം ഇവിടെ പ്രാക്ടീസ് ഉണ്ട്. പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേന് 12 മണിയാവും. 12 മണിക്ക് എന്തിനാ ഞാൻ വീട്ടിൽ? എന്നെക്കാട്ടി ഇവിടെ കിടന്നാൽ പോയി. എന്ത് രസമല്ലേ ഹോസ്റ്റലിലൊക്കെ നിൽക്കാൻ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഹോസ്റ്റലിൽ വന്നിട്ട് എനിക്ക് മാത്രമേ ഹോസ്റ്റൽ ഇഷ്ടപ്പെട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ വീട്ടിലാണെങ്കിൽ രാവിലെ എഴുന്നേക്കും, 6-5 മണിക്ക് എഴുന്നേറ്റ് കോളേജിൽ വരും. അതിനെക്കാട്ടിൽ ഇത് രസമാണ്. 8 മണിക്ക് എഴുന്നേറ്റ് 8:30 കോളേജിൽ പോയാൽ മതി. അതല്ലേ സുഖം. ഗൈസ് അങ്ങനെ ഇവിടുന്ന് എല്ലാ പർച്ചേസും കഴിഞ്ഞ് ഗൈസ്. ബാവയ്ക്കെടുത്ത്, അമ്മയ്ക്കെടുത്ത്, ആനിക്കെടുത്ത്, ഇനി പപ്പയ്ക്ക് കൂടെ എന്തെങ്കിലും മേടിച്ചിട്ട് വീട്ടിൽ പോകണം ഗൈസ്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. നമുക്ക് ഇന്ന് ട്രെയിൻ ഉണ്ട്. ഇത് എല്ലാം അൺബോക്സ് ചെയ്യുന്ന വീഡിയോ വീട്ടിൽ പോയിട്ട് ആനി അൺബോക്സ് ചെയ്യും ഗൈസ്. അതെല്ലാം കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇന്ന് 2ാമത്തെ ദിവസമാണ്. 2ാമത്തെ ദിവസം ഗെയിംസ് ഉണ്ട്, ഫുഡുണ്ട്, സ്റ്റിക്കേഴ്സ് ഉണ്ട്, ഒത്തിരി സാധനങ്ങളുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ ഇവിടുന്ന് ഗെയിംസ് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പം നമ്മൾ അവിടെ പോയി ഗെയിം കളിക്കും. ഷോർട്സ് ചലഞ്ച് ചെയ്ത് എക്സ്പീരിയൻസ് ആയെന്ന് തോന്നി. ഇതൊക്കെ ഒരു രസമല്ലേ, ഒന്നുകൂടെ കളിക്കാം. അത് വീഴില്ല, എനിക്കറിയാം. അത് ലോജിക്കലി അങ്ങനെ വീഴത്തില്ല. ഈ റിങ് ഞാൻ അതിലേതിലും കിട്ട അതെനിക്ക് കിട്ടും. ആ ലാസ്റ്റ് ടൈം എനിക്കൊരു ലേസ് കിട്ടി. ചുമ്മാ നോക്കി വീണാലോ. ഈ ബലൂൺ ഈ സാധനം കൊണ്ട് പൊട്ടിക്കണം. 4 ചാൻസ് ഉണ്ട്, 2 എണ്ണം പൊട്ടിച്ചാൽ മതി. എന്നെ കൊണ്ട് പറ്റുമെന്ന് നമുക്ക് നോക്കാം. അത് സ്ട്രെയിറ്റ് പോകുന്നില്ല.
എന്നെ കൊണ്ട് പറ്റത്തില്ല അച്ഛന്മാർക്ക് പറ്റത്തുള്ള നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. കഴിഞ്ഞ തവണ കളിച്ചപ്പോ എനിക്കൊരു ലേസ് കിട്ടിയതാ. ഇപ്രാവശ്യം ഒന്നും കിട്ടൂല എന്നാണ് തോന്നുന്നത്. എനിക്ക് പോകത്തില്ല, എന്നാലും ഞാൻ ചുമ്മാ കളിച്ചു വെക്കാം. ഇത് നീ ട്രൈ എന്റെ അകത്തൂടെയാ പോണേ. ഗൈസ് അങ്ങനെ നമ്മള് ഗോവയിലുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് വീട്ടിൽ പോവാണ് ഗൈസ്. വീട്ടിൽ എല്ലാവർക്കും എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ട്. ഗോവ 2-3 ദിവസത്തിലൊന്നും കാണാൻ പറ്റത്തില്ല ഗൈസ്. ഏകദേശം ഒരു 5-6 ദിവസം വേണം ഗോവ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി. ഗോവ മെമ്മറീസ് ഒരിക്കലും മറക്കത്തില്ല ഗൈസ്. നാട്ടിൽ ചെന്നിട്ട് കാണാം. അപ്പൊ അറിയാണ്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞങ്ങളുടെ ഡാൻസ് ഇപ്പോഴാണ്. ഇതൊന്നും അമ്മ കാണണ്ട. ഇത് ഇട്ടിട്ട് നമ്മൾ ഡാൻസ് കളിക്കാൻ പോവാണ്. സത്യം പറഞ്ഞാൽ ഞാൻ പ്രാക്ടീസിന്റെ ഇടയ്ക്ക് മറന്നുപോയതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇവര് നല്ലോണം കളിക്കും, ഞാൻ തെറ്റും, അത് എനിക്ക് ഉറപ്പുണ്ട്.